ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എമ്പുരാൻ പുതിയൊരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്നലെ പ്രീ സെയിലിലൂടെ വേൾഡ് വൈഡ് 30 കോടി 50 ലക്ഷം രൂപ കളക്ഷൻ നേടിയായിരുന്നു പ്രീ സെയിലിലൂടെ. അപ്പോൾ ഇനി 5 ദിവസം, ഇനി 4 ദിവസം കൂടെ ഉണ്ട് റിലീസിന്. അപ്പോൾ എത്ര കോടി ഇനിയും നേടും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏകദേശം ഒരു 50 കോടിക്ക് മണ്ടയ്ക്ക് കളക്ഷൻ നേടും എന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം. അതുപോലെ പുതിയൊരു റെക്കോർഡ് ഇട്ട് നമ്മുടെ എമ്പുരാൻ, അതായത് കേരളത്തിൽ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാളം പടമായി എമ്പുരാൻ മാറിയിരിക്കുന്നു. നമുക്കറിയാം പ്രീ സെയിലിലൂടെ ഏകദേശം 9 കോടിക്ക് അടുത്ത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ പോയാലും ഒരു 15 കോടിക്ക് മണ്ടയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും നേടും എന്ന് നമുക്ക് തീർച്ചയായും പറയാം, നിസ്സംശയം പറയാം നമുക്ക്. കാരണം അത്ര ഹൈപ്പാണ് പടത്തിന്. ഇപ്പം അത്ര പ്രേക്ഷകർ അത്ര ഇരു കൈകളും കൂട്ടി നമ്മുടെ ഖുറൈഷി എബ്രഹാമിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ ഭേദിച്ചും ഓരോ റെക്കോർഡുകൾ പുതിയ റെക്കോർഡുകൾ ഇട്ടും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഖുറൈഷി എബ്രഹാമും സായിദ് മസൂദും എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റിലീസിന് അടുത്തെത്തി ഏകദേശം ഒരു 4 ദിവസം കൂടെ ഉള്ളൂ റിലീസിന്. അപ്പോൾ എന്തായാലും ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പം പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം ഭയങ്കരമായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ഈ എമ്പുരാൻ്റെ ന്യൂസ് അല്ലെ. എമ്പുരാൻ തരംഗമാണ് നമ്മുടെ കേരളത്തിലും ഈ രാജ്യം ഉടനീളം നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പം ന്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വാർത്തകളെക്കാളും കൂടുതൽ എമ്പുരാൻ്റെ റെക്കോർഡുകളും എമ്പുരാനെ പറ്റിയുള്ള ചർച്ചകളാണ് ന്യൂസ് ചാനലുകളിൽ വരെ. അപ്പോൾ എന്തായാലും എമ്പുരാൻ തരംഗമാണ് നമ്മുടെ രാജ്യം മുഴുവൻ. അതായത് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ തരംഗം തന്നെയാണ്. ഭയങ്കര ടിക്കറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ജർമ്മനി, ഓസ്ട്രേലിയ ഒക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലും മോശമല്ല, എല്ലായിടത്തും ഏകദേശം 198 ഷോസ് ഹൗസ്ഫുള്ളായിട്ടാണ്. തെലുങ്ക് സ്റ്റേറ്റോ കന്നഡ സ്റ്റേറ്റോ എന്തോ തെലുങ്ക് സ്റ്റേറ്റിൽ ഹൗസ്ഫുള്ളായിട്ടാണ് ബുക്കിംഗ് തീർന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഫസ്റ്റ് ഡേ നമുക്കൊരു പറയാൻ സാധിക്കത്തില്ല, ചിലപ്പോൾ 100 കോടി അടിച്ചേക്കാം ആദ്യത്തെ. അപ്പം എന്തായാലും ഒരു 500 കോടി ലോഡിങ് ഫോർ മലയാള ഇൻഡസ്ട്രി നമ്മുടെ എമ്പുരാൻ 500 കോടി സ്വന്തമാക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി 500 കോടി സ്വന്തമാക്കിയിട്ട് അതിൻ്റെയും കൂടെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്തായാലും എമ്പുരാനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ്, ന്യൂസസ് ഒക്കെ അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.